ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. സ്ഥിരജോലിയാണ്, അതുപോലെ തന്നെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ പറയുന്ന ഈ ശമ്പളത്തിന് പുറമെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുകൂടാതെ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പുതിയ പേ കമ്മീഷനൊക്കെ വരുമ്പോൾ ഇതിന്റെ ഡബിളൊക്കെ ശമ്പളം മാറുമെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് ആ ഒരു സമയത്തേക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ലഭിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ്. ഇപ്പോൾ ഈ ഒരു അവസരം വിളിച്ചിട്ടുള്ളത് SSC ആണ്. ഫേസ് 40 നോട്ടിഫിക്കേഷനിലൂടെയാണ് ഈ ഒരു അവസരം വിളിച്ചിട്ടുള്ളത്. എന്താണ് SSC എന്ന് അറിയുന്നവർക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. SSC എന്താണെന്ന് അറിയാത്തവർക്ക് രണ്ട് വാക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒതുക്കാം. SSC എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലികൾക്ക് ആളെ തിരഞ്ഞെടുക്കുന്ന ഒരു ബോഡിയാണ് SSC. അതുപോലെ PSC എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ജോലിക്ക് വേണ്ടി ആളെ തിരഞ്ഞെടുക്കുന്ന ഒരു ബോഡിയാണ്. സോ SSCനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിനെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ലിങ്കാണ്, അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. അതുപോലെ തന്നെ ഈ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അതിനുശേഷം SSCൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അറിയുന്നവർക്ക് ഇത്രയൊന്നും പ്രശ്നമില്ല. നേരിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി അപ്ലൈ ചെയ്യാം. അവിടെ SSC ഫേസ് 40 നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾ എൻ്റർ ആവുക. അതായത് അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോസ്റ്റിനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് കോഡ്. PSCക്കാർക്ക് കാറ്റഗറി നമ്പർ എന്നും പറയാം. അപ്പോൾ പോസ്റ്റ് കോഡ് WR 13826 ഒറ്റ നമ്പറാണ്. WR 1382 ഈ ഒരു നമ്പറിലൂടെ നിങ്ങൾക്ക് SSCൻ്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. ലാബോറട്ടറി അറ്റൻഡൻറ്റ് പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ പോസ്റ്റിംഗ് വരുന്നത് പൂനെയിലായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. മിനിമം 10ാം ക്ലാസ്സിലുള്ള ആർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ജോബ് വരുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ് സർവീസസിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വരുന്നത്. അതായത് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്കാണ് കേട്ടോ നിങ്ങൾ പോകാനായിട്ട് പോകുന്നത്. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങൾക്ക് അറ്റൻഡൻറ്റ് ജോബ് കിട്ടുന്നത്. സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ് നിങ്ങൾ പോകാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ്, ഓഫീസ് തന്നെയാണിത്. അപ്പോൾ 18,000 ബേസിക് ശമ്പളം പറയുന്നെങ്കിൽ ഇതിന് പുറമെ ഒരുപാട് ആനുകൂല്യങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നതായിരിക്കും. സോ പരമാവധി നിങ്ങൾക്ക് 56,900 വരെ ശമ്പളം ലഭിക്കും. അതിന് പുറമെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST OBCക്ക് പ്രായത്തിലിളവുണ്ട്. OBCക്ക് 3, SC STക്ക് 5 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കും. അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനും സാധിക്കും. പരമാവധി പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.